വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഈ ഒരു ക്ലാസ്സിൽ ക്ലീസ്റ്റോത്തീസിയത്തിന്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് അവ കാണുന്ന ഫംഗൽ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ആസ്കോസ്പോസ് അല്ലെങ്കിൽ ആസ്കോമൈസീഡ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസ്കോസ്പോസ് ആസ്കോകാർപ്പിലാണുള്ളത്. അപ്പോൾ 3 ടൈപ്പ് ഉണ്ട്. അതിൽ 2 ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പെരിതീസിയം ആൻഡ് അപ്പോത്തീസിയം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ തേർഡ് വൺ ആണ് ക്ലീസ്റ്റോത്തീസിയം എന്ന് പറയുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലീസ്റ്റോത്തീസിയം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് സ്പെറിക്കൽ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ആദ്യത്തെ 2 അപേക്ഷിച്ചിട്ട് അപ്പോത്തീസിയം ഒരു ഓപ്പൺ ആയിട്ടുള്ള കപ്പ് ഷേപ്പ് ആണ്. പെരിതീസിയം ഫ്ലാസ്ക് ഷേപ്പ് ആണ്, കുറച്ചും കൂടി ക്ലോസ്ഡ് ആണ്. പക്ഷേ നമ്മുടെ ക്ലീസ്റ്റോത്തീസിയം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, ഒരു സ്പെറിക്കൽ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അത് ഓർത്ത് വെക്കുക. ദെൻ it lacks opening ഇല്ല, and its spores are only released when the wall of the cleistothecium decay or disintegrate. Okay, ആ ക്ലോസ്ഡ് ആയിട്ടുള്ള wall ബ്രേക്ക് ചെയ്തിട്ടാണ് സ്പോർ ഡിസ്പേഴ്സൽ നടത്തുന്നത്. then കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ്, ഞാനൊരു ടിപ്പിക്കൽ സ്ട്രക്ചർ ആണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിന് മെയിൻലി 3 പാർട്സ് ആണുള്ളത്. ക്ലീസ്റ്റോത്തീസിയം ടിപ്പിക്കലി സ്പെറിക്കൽ ആണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പുറമെയുള്ള ഔട്ടർ വോള് എന്ന് പറയുന്നത് പെരിഡിയം ആണ്. അപ്പൊ എല്ലാത്തിലും ഞാൻ പെരിഡിയം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പെരിതീസിയത്തിലെ പെരിഡിയം എന്ന് പറയുന്നത് എന്താ, സ്യൂഡോ പാരൻകൈമാറ്റ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇവിടെ പെരിഡിയം എന്ന് പറയുന്നത് ഇന്റർവൂവൺ ഹൈഫെ കാണുന്നുണ്ട്, സ്യൂഡൻ പാരൻകൈമ സെൽസും കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് പെരിഡിയം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അപ്പൻഡേജസ് ആണ്. ഇറ്റ് മേ ഓൾസോ ഫീച്ചർ hyphal growth known as appendages, the shape and the number of which are used to help classify the specific fungus. അതായത് ഈ ഒരു പെരിഡിയത്തിൽ നിന്ന് ഇന്റർവൂവൺ ഹൈഫ ഉണ്ട്. ആ ഹൈഫയുടെ ഔട്ട് ഗ്രോത്തും ചില കേസിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഞാനിപ്പോൾ വരച്ചിട്ടില്ല. അപ്പോൾ വരക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ചില ഹൈഫകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് നിൽക്കുന്ന ഔട്ട് ഗ്രോത്തുകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതാണ് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ദെൻ ആസ് യൂഷ്വൽ എല്ലാത്തിലും ഉള്ളതുപോലെ ഒരു ആസ്കസ് ഉണ്ടായിരിക്കും. ആസ്കസ് എന്ന് പറയുന്നത് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഈ ഉള്ളിൽ കാണിച്ചേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഈ ആസ്കസിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്, ആസ്കോസ്പോസ് കാണുന്നത്. ഈ ആസ്കസിന്റെ ഉള്ളിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 8 ആസ്കോസ്പോസ് ആണ് ഈച്ച് ആസ്കസിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. പെരിഡിയത്തിന്റെ ഉള്ളിലാണ് ഈ ആസ്കോസ്പോസ് അല്ലെങ്കിൽ ആസ്കസ് കാണുന്നത്. നെക്സ്റ്റ് പറയുന്നത് അവയുടെ സ്പോർ റിലീസ് ആണ്. ഇവയ്ക്ക് ഒരു ഓപ്പണിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആസ്കോസ്പോസ എന്ന് പറയുന്നത് ക്ലീസ്റ്റോത്തീസിയം വോൾ അല്ലെങ്കിൽ ഈ ഒരു പെരിഡിയം എന്ന് പറയുന്ന വോള് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ റപ്ചർ ചെയ്യും എക്സ്റ്റേണൽ പ്രഷർ കാരണം. അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് സീസൺ ഒക്കെ ആകുമ്പോൾ ആസ്കസ് എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ സ്വെല്ല് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് എന്നിട്ട് എന്തോ ബേസ്റ്റ് ഔട്ട് ആകുന്നു. ഓക്കെ, അതാണ് മെയിൻലി സ്പോറിസ്പേഴ്സിൽ നടക്കുന്നത്. ഇത് കൊടുത്തേക്കുന്ന ഒരു ടിപ്പിക്കൽ ആസ്കസിന്റെ സ്ട്രക്ചർ ആണ്. ഈ ഒരു ഷേപ്പാണ് മെയിൻലി ആസ്കസ് ഉണ്ടായിരിക്കുക. അതിൽ ഇതേപോലെ കുറെ ആസ്കോസ്പോസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ഇവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ക്ലോസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ആസ്കോസ്പോസിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ആഡ്വേഴ്സ് കണ്ടീഷൻ, ഹാർഷ് എൻവയൺമെന്റൽ കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോസ് ആണ് ആക്ച്വലി ക്ലീസ്റ്റോത്തീസിയം. മറ്റ് 2 സ്പോസിനെ അപേക്ഷിച്ചിട്ട് ക്ലീസ്റ്റോത്തീസിയത്തിലുള്ള സ്പോസ് ഹൈലി പ്രൊട്ടക്റ്റീവ് ആണ്. ആഡ്വേഴ്സ് കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ള കണ്ടീഷൻ, ലൈക്ക് വിന്റേഴ്സ് ആൻഡ് ഡ്രൈ പീരീഡ്സ്. ഓക്കെ, ആ ഒരു എൻവയൺമെന്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആകുന്നത് വരെ, അങ്ങനെ ഒരു ടോർമെൻസി പീരീഡിൽ നിന്നതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലീസ്റ്റോത്തീസിയം ബ്രേക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then last one അവ കാണുന്ന എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ പെനിസിലിയം ആൻഡ് ആസ്പെർജില്ലസ് സ്പീഷീസ് ആണ്. ഇതാണ് പെനിസിലിയം സ്പീഷീസ്. ദെൻ സെക്കൻഡ് വൺ ആസ്പെർജില്ലസ് ന്യൂഡൻ. തേർഡ് വൺ പൗഡറി മൈൽഡ്യൂ ആണ്. എറിസിഫൈൽസ് എന്ന് പറയുന്ന മൈൽഡ്യൂ ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണ്. ഇവയിലുള്ള ക്ലസ്റ്റോത്തീസിയത്തെ നമ്മൾ ചാസ്മോത്തീസിയ എന്ന് പറയുന്നുണ്ട്. ഒരു സ്മോൾ ബ്ലാക്ക് കളേർഡ് പിൻ ഹെഡ് സൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റ് ടിഷ്യൂസിന്റെ അകത്ത് കാണുന്നുണ്ടായിരിക്കാം. ദെൻ ലാസ്റ്റ് വൺ ആണ് ട്രഫിൾസ്. ട്രഫിൾസ് ഒരു ടൈപ്പ് മഷ്റൂം ആണ് കേട്ടോ. ഹൈപ്പോജീനസ് അണ്ടർഗ്രൗണ്ട് ആയിട്ട് വളരുന്ന ക്ലീസ്റ്റോത്തീസിയം കാണുന്ന മഷ്റൂം ആണ്. ഒരു ആനിമൽസിലൂടെയാണ് ഇവയുടെ ആ ഒരു സ്പോർ ഡിസ്പേഴ്സൽ നടക്കുന്നത്. ഇതാണ് എന്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ക്ലീസ്റ്റോത്തീസിയ ട്രഫിൾസിന് എക്സാമ്പിൾ ആണ്. ഇതിൽ ക്ലീസ്റ്റോത്തീസിയത്തിന്റെ പിക്ചർ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.